അപർണയ്ക്ക് വേണ്ടിയാണ് കാണുന്നതെങ്കിൽ ഞാൻ സർപ്രൈസ് ചെയ്ത് നീരജിന്റെ ക്യാരക്ടറാണ്. പെർഫോമൻസ് എടുക്കലാണ് എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഹൈ തോന്നിയിട്ടുള്ളത്. അജു ആദ്യമേ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ പേഴ്സണലി ഞാൻ പോയില്ല. കാര്യം പുള്ളി മൊത്തത്തിൽ ഒരു സീരിയസ് ട്രാക്ക് പിടിക്കുന്നതുകൊണ്ട് ഒരിക്കലും വിചാരിക്കുന്നില്ല പുള്ളി ചെയ്യുന്നു. ലാഗ് ഉണ്ടെന്ന് പറയുന്ന ഈ സീക്വൻസുകൾ അല്ലെങ്കിൽ ആ ഏരിയ ആക്ച്വലി ക്രിസ്പായി കഴിഞ്ഞാൽ ഇമോഷൻ കിട്ടില്ല. അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് വന്നാലേ ആ കഥ മുന്നോട്ട്. അതെ അതെ അതെ, അതിന്റെ എൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്ന ലൊക്കേഷനാണ്. ഇത് ആദ്യം കാണുന്ന ആൾ 6ാമത്തെ എപ്പിസോഡ് എത്തിക്കണമല്ലോ, അതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. എനിക്ക് എഡിറ്റിംഗ് ടേബിൾ എത്തുമ്പോൾ പോലും എനിക്ക് ആ ഹൈ കുറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആലോചിച്ചിട്ടുണ്ട്, ഷൂട്ടിംഗ് സമയത്ത് ഹൈ അല്ലല്ലോ അത്. നമ്മുടെ റീജനിൽ കുഴപ്പമില്ലാത്തൊരു കാര്യം മറാഠിയിൽ ചിലപ്പോൾ അവർക്കത് ഒഫൻസീവായിട്ട് തോന്നിയേക്കാം. ഇമോഷൻ കിട്ടുന്നതിനേക്കാളും കിട്ടാതിരിക്കുന്നതിനേക്കാളും ഡാമേജ് കുറവാണ് ലാഗ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ റിസ്ക് നമുക്ക് എടുത്തേ പറ്റൂ. പിന്നെ ലാഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് തോന്നുന്നു നിർബന്ധമില്ല. ഈ ഡയറക്ഷൻ ഹൈ എനിക്ക് അഭിനയത്തിൽ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ കുറച്ച് അതായത് ഒരു കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ലവ് വാട്ടർ കൺസ്ട്രക്ഷൻ എന്ന സീരീസിന്റെ വിശേഷങ്ങളുമായി വിഷ്ണു ജി രാഘവ് നമ്മോട് ചേരുന്നു. സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഒരു ഒറ്റ ഇതിൽ ബിഞ്ച് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സത്യനന്ദിക്കാട് ശ്രീനിവാസൻ സിനിമ കണ്ടതൊരു ഫീലാണ് ആ സീരീസ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്, അത് സിനിമയായിട്ട് അങ്ങനെ ഒരു ഫസ്റ്റ് പിച്ചിങ് സ്റ്റേജിൽ എന്തായിരുന്നു ഒരു ഐഡിയ? സിനിമയായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ അതെങ്ങനെ ഒരു സീരീസിലേക്ക് മാറിയത്? അത് ബേസിക്കലി ഞാൻ എൻ്റെ ഭാഗ്യത്തിന് ഞാനിത് ഇപ്പൊ ഈ കാണുന്ന ഡ്യൂറേഷനിൽ എഴുതിയത്. അപ്പൊ അത്രയും എഴുതി കഴിഞ്ഞിട്ട് ഇത് സിനിമയായി എനിക്ക് ഞാൻ പേജ് പെർ മിനിറ്റിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു 120 പേജസിലേക്ക് ഇത് ചുരുക്കി. അപ്പോൾ ആ ഡ്രാഫ്റ്റില് ഈ പറയുന്ന അച്ഛനമ്മ കഥാപാത്രങ്ങളുടെ മിക്ക സീനുകളും ഇല്ല. അപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ സിനിമ പിച്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ വാശി കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ ഇതൊരു സിനിമയായിട്ട് പ്രോജക്റ്റ് ഓണായി ഷൂട്ട് കഴിഞ്ഞ് ഇത് ഇറങ്ങി വരുന്ന സമയത്ത് തിയേറ്ററിൽ ഒരു റോം കോമിന്റെ സ്വീകാര്യത എത്ര ഉണ്ടാവും നമുക്ക് അറിയില്ല. അപ്പൊ ഇത് വേണോ വേറൊരു സാധനം പിടിക്കണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഹോട്ട്സ്റ്റാർ കഥ പിച്ച് ചെയ്ത് കേൾക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് അവരുടെ അടുത്ത് പറയുന്ന എളുപ്പം, കാര്യം ഞാൻ വേറൊന്നും എഴുതി ചേർക്കണ്ട, ഈ കട്ട് ചെയ്ത സീക്വൻസ് എല്ലാം തിരിച്ചു വെച്ചാൽ മതി. കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ബാക്കി സൈഡ് ട്രാക്കുകൾ പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. കാര്യം ലൈഫ് കിടക്കുന്ന അവരുടെ ആ സ്റ്റോറി വേൾഡിലാണ്. അപ്പൊ സിനിമയിലെ ഒരു 2:45, 2:50 അത്രയും ഡ്യൂറേഷനിൽ ഒരു സിനിമ ആവശ്യമില്ലല്ലോ റോം കോം എന്ന് പറയുമ്പോൾ. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ തിയേറ്ററിൽ ഈ സിനിമയായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ലെങ്തിലോ ഉറപ്പല്ലേ, സിനിമയായിട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാരുടെ കഥ പറയാൻ പറ്റില്ല, ഇത്രയും സ്പേസിങ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ എഴുതി വെച്ച സാധനങ്ങൾ മിസ്സാവുന്നതിലൊരു വിഷമം എനിക്കുണ്ട്. അപ്പൊ ഇങ്ങനൊരു സാധ്യത കിട്ടിയപ്പോഴത്തേക്ക് അത് എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോഴേക്കും എന്താ പറയുക, ഇനി ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി ഉള്ള കാര്യങ്ങൾ ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. ക്ലൈമാക്സ് മാത്രം വെബ് സീരീസ് ആയതിനു ശേഷം കുറച്ച് റീറൈറ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ വേറൊന്നും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഓൾറെഡി എഴുതി വെച്ച സാധനങ്ങൾ തന്നെയാണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, അതായത് ഒരു വീട് പണി, അനുബന്ധിച്ച് തന്നെ ഒരു പ്രണയവും, രണ്ടും പാരലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പേര്, ആ ടൈറ്റിൽ, അതെങ്ങനെയാണ് ആ ഒരു ടൈറ്റിലേക്ക് എത്തുന്നത്? കെട്ടെന്നായിരുന്നു ഇതിന്റെ ഇനീഷ്യൽ വർക്കിംഗ് ടൈറ്റിൽ, കെട്ട്. അപ്പൊ ഹോട്ട്സ്റ്റാറിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് റീജിയണൽ പേര് താല്പര്യമില്ല. അപ്പൊ എനിക്ക് വേറെ പേരും അറിയില്ല. ഞാൻ കുറേയൊക്കെ ആലോചിച്ച് നോക്കി. അപ്പോൾ പ്രൊഡ്യൂസർ രഞ്ജിത്തേട്ടന്റെ മകൾ അവന്തികയാണ് ഇങ്ങനെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്യുന്നത്. കേട്ടപ്പോൾ എനിക്ക് കെട്ടിന്റെ അതേ മീനിങ് വരുന്ന രണ്ടർത്ഥം വരുന്ന ഒരു, അതിനേക്കാളും ഞാൻ നോക്കിയപ്പോൾ ലവ് ഈസ് ഓൾസോ അണ്ടർ കൺസ്ട്രക്ഷൻ ഈ വെബ് സീരീസിന്റെ കഥയിൽ. അപ്പൊ നോക്കിയപ്പോ അങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു പേരായിട്ട് തോന്നി. അത് ഒരു ലവ് അല്ല, പല ലവ് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. എനിവേസ്, ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്, ഒരു പിച്ചിങ് സ്റ്റേജിൽ ബേസിക് ഐഡിയ എങ്ങനെയാണ് എത്തുന്നത്? അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു തുടക്കം? അത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പം ഇങ്ങനെയൊക്കെ കാര്യം, അതായത് ബേസിക്കലി പല ഇന്റർവ്യൂലും പറഞ്ഞാണ് എൻ്റെ ഒരു സുഹൃത്തിന്റെ ലൈഫിൽ നടന്ന ഒരു ഇവന്റ്, ഞാനും കൂടെ കാരണമായ ഒരു ഇവന്റ് മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതേ സമയത്ത് പാരലി ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ ജോലി പോവുകയും എൻ്റെ കല്യാണം ഫിക്സ് ആയി വെച്ചിരിക്കുന്നു, വീട് നടക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 സുഹൃത്തുക്കളുടെ ലൈഫിൽ നടന്ന 2 ഇവന്റുകൾ കമ്പൈൻ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിൽ തോന്നുകയും ആ സമയത്താണ് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ വരവേൽപ്പ് പോലത്തെ സിനിമകളുടെ ഒരു ഫ്ലേവർ ഇപ്പോഴത്തെ പടങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ ആ ഫ്ലേവർ പടം ഇറങ്ങിയിട്ടില്ല എന്ന് ഒരു കോൺവെർസേഷൻ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ത്രെഡ് കിടപ്പുണ്ടായിരുന്നു. വൈ നോട്ട് ഡെവലപ്പ്, അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയതാണ്. വാശിക്ക് മുന്നേ തന്നെ ഈ ഒരു വാശി ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഈ ഒരു തോട്ട് ഉണ്ടായിരുന്നു. പാരലി ഇത് ഞാൻ പറഞ്ഞ ഇവന്റുകൾ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു സാധ്യത ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചു വെച്ചായിരുന്നു. ഈ വാശി ഒരു പക്ക എന്താ പറയാ ഒരു ഡ്രാമയാണ്. അതിനകത്ത്
കുറച്ചധികം ഇമോഷൻസ് ഉള്ള ഡ്രാമയാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു റോം കോം സ്വഭാവമാണ്. ഡ്രാമ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ജോണർ ഷിഫ്റ്റും മനസ്സിൽ കണ്ടിരുന്നു. ഉറപ്പായിട്ടും ഒരു സീരിയസ് ഡ്രാമ ചെയ്യേണ്ട, കോമഡി ചെയ്യാൻ പാടാണ് എന്നൊരു അതെ ഒരു അഭിപ്രായം. എനിക്ക് ഹ്യൂമർ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഹ്യൂമർ ചെയ്യല്ല, അത് ഭയങ്കര പാടാണെന്ന്, ചെയ്യാൻ നിൽക്കരുതെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ചെയ്തതാണ്. എന്നാണെന്ന് അറിയണമല്ലോ. പൊതുവെ ഇപ്പൊ അത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, പൊതുവെ ഇപ്പം പ്രേക്ഷകർ പറയുന്ന കാര്യമാണ്, നമുക്കൊരു വലിയൊരു സപ്പോർട്ടിങ് കാസ്റ്റ് ഒരു കാലഘട്ടം നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒടുവിൽ സാറായാലും പിന്നെ അങ്ങോട്ട് ഇപ്പൊ ഇന്നസെന്റ് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനത്തെ സപ്പോർട്ടിങ് കാസ്റ്റിന്റെ ഒരു പരിമിതികളാണ് ഇന്നൊരു കോമഡി എന്നുള്ള സാധനത്തിലേക്ക് പല സംവിധായകരും ശ്രമിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അങ്ങനെ ഒരു ഇതുണ്ടോ? അല്ല, ആ അഭിപ്രായത്തിൽ 100% യോജിക്കുന്നു. കാര്യം പല സംവിധായകരും ഇവരെ കണ്ടിട്ട് എഴുതുകയും, കാര്യം ക്യാരക്ടർ അധികം എഴുതിയില്ലെങ്കിൽ പോലും ഇവർ വന്നു കഴിയുമ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് അവരത് ക്യാരി ചെയ്തോളും. അങ്ങനെ പറയുന്ന ആർട്ടിസ്റ്റുകൾ ഇല്ലാന്ന് പറയുന്നത് ശരിയല്ല, നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് വെബ് സീരീസ് ആയപ്പോൾ ഞാൻ ആദ്യം ഉറപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, കൂടെ നിൽക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും പുതിയതാവട്ടെ, പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള, അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ളൊരു സ്കോപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ടൈമിംഗ് മീറ്റർ, ഹ്യൂമറിന്റെ മീറ്റർ പിടിക്കാൻ പറ്റുന്ന, ടൈമിംഗ് പിടിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അച്ഛൻ കഥാപാത്രം, അമ്മ കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ച് എല്ലാ സീനുകളും ചെയ്ത് നോക്കി, അങ്ങനെ തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. ഈ സപ്പോർട്ടിംഗ് കാസ്റ്റ് എല്ലാം തന്നെ ഓഡിഷൻ, എല്ലാവരും ഓഡിഷൻ. ഇതൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ ഇത്രയും ഒരു മുഴുനീള ക്യാരക്ടർ ഒന്നും ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല. ഇത് എല്ലാരും എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നല്ലാതെ അങ്ങനെ അവർക്കും ഒരു സ്പേസ് കിട്ടിയിട്ടില്ല. ഫേസ് അധികം രജിസ്റ്റർ ആയിട്ടില്ല എന്നാണ് പറയാം. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസും ഡെഫിനറ്റ്ലി ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റേജിൽ ഈ പറയുന്ന പോലെ സപ്പോർട്ടിംഗ്, അത് പപ്പേട്ടൻ ഉൾപ്പെടെയുള്ള സപ്പോർട്ടിംഗ് കാസ്റ്റ് അവരെ എഴുതുമ്പോൾ ഈ പറഞ്ഞ പോലെ, ഈ നേരത്തെ പറഞ്ഞു വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ മിഥുനം, നമുക്ക് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന കാര്യമാണ്. മിഥുനം അല്ലെങ്കിൽ വരവേൽപ്പ് അങ്ങനെയുള്ള സത്യനന്ദിക്കാട്, ശ്രീനിവാസൻ സിനിമകളിൽ നമ്മൾ കണ്ടിരുന്ന കുറെ ക്യാരക്ടേഴ്സും അങ്ങനെയുള്ള കഥാപശ്ചാത്തലം ഇവിടെ നമുക്ക് ഈ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ ഈ റൈറ്റിംഗ് സ്റ്റേജിൽ ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്തത്? ഓരോ കഥാപാത്രങ്ങളെയും ഈ ചുറ്റുമുള്ള ആളുകൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അതായത് ആരും ഇതിനകത്ത് അച്ഛനമ്മമാരാണെങ്കിൽ പോലും ആരും അങ്ങനെ നന്മ നിറഞ്ഞ ഒരുത്തിനും വേണ്ട എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചായിരുന്നു. പപ്പന്റെ ക്യാരക്ടർ പറയുന്ന പോലെ ഒരു ഡ്രാഫ്റ്റ് കഴിഞ്ഞപ്പോഴാണ് പുള്ളിയെ ഇങ്ങനെ ആക്കിയാൽ കുറച്ചുകൂടെ കോൺഫ്ലിക്റ്റ് ആഡ് ആവില്ലേ എന്ന് ചിന്തിച്ചത്. കഥയ്ക്ക് മസാല ആഡ് ചെയ്യാൻ, സ്പൈസപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെയ്ത പോയിന്റ്. പക്ഷെ അവിടെ നിന്ന് പിന്നെ ആ ക്യാരക്ടറിന്റെ ആർക്ക് നന്നായിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലായി, അതിനൊരു സാധ്യത കിടപ്പുണ്ടെന്ന് മനസ്സിലായി. ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി ഇത് പപ്പന്റെ കഥ പോലെ വേണമെങ്കിൽ മാറ്റാമല്ലോ. അത് ആ പപ്പന്റെ കഥ എന്ന് പറയുമ്പോൾ പപ്പന്റെ കഥ അല്ല, പക്ഷെ അതൊരു ഹ്യൂമർ എന്നുള്ള എലമെന്റിൽ അത് പപ്പന്റെ പെർസ്പെക്റ്റീവിൽ പപ്പൻ കാണുന്നത് ഞാൻ കാരണം എന്റെ കാര്യമാണല്ലോ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ സാധ്യത, അവരുടെ ആർക്ക് കംപ്ലീഷൻ, ഒരു സെക്കൻഡറി സൈഡ് കിക്ക് എന്നുള്ള ഉപരി അങ്ങനെ ഒരു സാധ്യത കിടക്കുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ചിന്തിച്ചാൽ, അതൊക്കെ എഴുത്തിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ മാറ്റാമെന്നുള്ള അങ്ങനെ ആലോചിച്ചപ്പോ ഡെവലപ്പ് ചെയ്ത് അജു ആദ്യമേ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പേഴ്സൺ ചെയ്യാൻ പോയില്ല. കാര്യം പുള്ളി മൊത്തത്തിൽ ഒരു സീരിയസ് ട്രാക്ക് പിടിക്കുന്നുണ്ട്, ഒരിക്കലും വിചാരിക്കുന്നില്ല പുള്ളി ചെയ്യുന്നുള്ളത്. ഞാൻ വേറെ ഒരു ആർട്ടിസ്റ്റിനോടാ പറഞ്ഞിരുന്നത്, രണ്ടുപേരത്ത് പറഞ്ഞു. ഒരാൾക്ക് ഡേറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, മറ്റേ ആൾ അത്ര കൺവിൻസ്ഡ് അല്ലായിരുന്നു ഈ സാധനം ചെയ്യണോ വേണ്ടെന്നുള്ളത്. ഈ സമയത്താണ് അജു താല്പര്യമുണ്ടെന്ന് അറിയുകയും അജുവിനോട് പറയുകയും അജു വന്ന് കഥ കേൾക്കുകയും അജുവിന് ഭയങ്കരമായിട്ട് അജുവായിട്ട് തന്നെ കുറച്ച് രഞ്ജിത്തേട്ടനാണ് സംസാരിച്ചത്. കാര്യം ഞാൻ അജുവിനെ വിളിച്ചിട്ടില്ല. കാര്യം എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്, പക്ഷെ അജു ചെയ്യത്തില്ല എന്നുള്ള ഉറപ്പിലാണ് ഞാൻ. രഞ്ജിത്തേട്ടനാണ് അജുനെ കോൺടാക്ട് ചെയ്തത്. അപ്പൊ അജുന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അജു എന്നെ വിളിക്കുന്നു. അപ്പൊ രഞ്ജിത്തേട്ടനെ വിളിച്ച് ഞാൻ അറിഞ്ഞില്ല. നാളെയാ എനിക്കിങ്ങനെ സാധനം താല്പര്യമുണ്ട് ചുമ്മാ എന്നോട് പറയും. അജു ഉറപ്പായിട്ടും പറയും. ഞാനിത് പറയാതെ വെച്ചിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ 2 ദിവസം അജു കഥ കേട്ടപ്പോ അജു ഇന്നായി. അങ്ങനെയാണ് ഇതിലെ പ്രോട്ടോഗണിസ്റ്റ് നീരജ് മാധവ് ചെയ്യുന്ന കാര്യം. ഫസ്റ്റ് ദിവസം മുതൽ അതിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ. നീരജിന്റെ എപ്പോഴും സേഫ് സോൺ എന്ന് പറയാവുന്ന കംഫർട്ട് സോൺ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ബോയ് നെക്സ്റ്റ് ഡോർ. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇതെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത്. അപ്പൊ നീരജിലേക്ക് ഈ ഒരു ക്യാരക്ടർ വരുന്നത്, അല്ലെങ്കിൽ നീരജിനെ കാസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എങ്ങനെയായിരുന്നു? നീരജിനെ കാസ്റ്റ് ചെയ്യാൻ 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആ സമയത്ത് ഏതാ പടം, അല്ലല്ല സുന്ദരി ഗാർഡൻസ് എന്നൊരു പടം ഞാൻ കണ്ടായിരുന്നു. അപർണ അടുത്ത സുഹൃത്ത്. അപ്പൊ ഞാൻ അപർണയും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന കാണുന്നത്.
അപർണയ്ക്ക് വേണ്ടിയാണ് കാണുന്നതെങ്കിൽ ഞാൻ സർപ്രൈസ് ആയത് നീരജിന്റെ ക്യാരക്ടർ. അപ്പൊ ഞാൻ അവരോട് പറയാം, നീരജ് ഇങ്ങനെ ഇത്ര നല്ല സാധനം ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ആ സമയത്ത് നീരജ് അങ്ങനത്തെ ഒരു മെച്ചൂർ ക്യാരക്ടർ ചെയ്ത് ഞാൻ കണ്ടിട്ടുമില്ല. അപ്പൊ അതെന്റെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ മൊത്തത്തിൽ നീരജിന്റെ ഇമേജ് ഇങ്ങനെ ഒരു മെച്ചൂർ ഇമേജ് അല്ല നീരജ് പുറത്ത് നമ്മൾ കാണുന്നത്, അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നീരജിനെ അങ്ങനെ കാണിച്ചാൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലേ, അത് വർക്ക് ആവുകയാണെങ്കിൽ അത് ഫ്രഷ്നെസ് ആകും എന്നുള്ള ധാരണയിലാണ്. കാരണം ഓൾറെഡി ഞാൻ ഈ പടത്തിനകത്ത് നീരജ് പുൾ ഓഫ് ചെയ്യുന്ന കാണുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് നീരജിലേക്ക് എത്തിയത്. നീരജ് എന്ന് പറഞ്ഞ ആക്ടർ എങ്ങനെ ഈ മലയാള സിനിമ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല എന്നൊരു തോന്നുന്നുണ്ടോ? എന്താണ് വിഷ്ണുവിനെ? അല്ല, ഇതുപോലത്തെ ക്യാരക്ടർ ഇപ്പൊ റിവ്യൂ വരുമ്പോഴൊക്കെ എല്ലാരും പറയുന്നത് നീരജിനെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അതെ, നീരജിനെ കുറച്ചുകൂടെ ചെറുപ്പവും, അല്ലെങ്കിൽ നീരജ് ചെറുപ്പമാണല്ല നല്ല, എന്നാലും വേറൊരു വൈബാണ്. കാരണം ഒരു പക്ക മധ്യവർഗ മലയാളിയാണ് അയാള്. അതെ അതെ അതെ. കാഴ്ചപ്പാടുകളായാലും ആള് പുതിയൊരു ലോകത്തിന്റെ കൺസെപ്റ്റ് തന്നെയാണ് കാണുന്നത്. എങ്കിൽ പോലും അയാളുടേതായിട്ടുള്ള കുറെ കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്. എനിവേസ്, മറ്റ് ക്യാരക്ടേഴ്സിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ ആനന്ദ് മൻവദൻ ക്യാരക്ടറാണ്. അദ്ദേഹം ആയിരുന്നു ഒരു ഫസ്റ്റ് തോട്ടിൽ തന്നെ ഉണ്ടായിരുന്നത്. ആനന്ദിന്റെ ക്യാരക്ടർ അങ്ങനെ ആരെയും ഫിക്സ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ആലോചിക്കാം, ഇവർ നായകനും നായിക ആവുന്നതിന്റെ ഓട്ടത്തിൽ, പപ്പനൊക്കെ ആവുന്നതിന്റെ ഓട്ടത്തിലായതുകൊണ്ട് ജിജിയിലേക്ക് എത്താം എന്നുള്ളതായിരുന്നു. പത്മിനി കണ്ടപ്പോ എനിക്ക് കുറച്ച് ഓക്കെ, ഇത് ആനന്ദ് വർക്കായേക്കാം വിചാരിച്ചോ, അറിയില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് ആനന്ദിനെ നേരിട്ട് കണ്ടപ്പോ ആനന്ദ് ഇപ്പൊ ഈ അഭിനയിക്കുന്ന സെയിം മീറ്ററാ പുള്ളി നോർമലി സംസാരിക്കുന്നത്. 2 മീറ്റർ അപ്പാണ് ആനന്ദ്, എപ്പോഴും ഹൈയാണ്, വിരിവിരിയാണ്. അപ്പം എന്റെ സങ്കല്പത്തില് കോൺട്രാക്ടർ അങ്ങനെ ആയിരിക്കണം, പുള്ളി ഓൾ ഇൻ ഓൾ ആയിട്ട് നിന്ന്. അപ്പൊ ഇത് തന്നെയാണ് ആനന്ദിനെ. അപ്പൊ ആനന്ദ് ഇത് ഇപ്പൊ എങ്ങനെയാണോ ഇത് അങ്ങനെ വന്നങ്ങ് തന്റെ മീറ്ററിൽ അങ്ങ് പിടിച്ചാൽ മതി. ആനന്ദിനെ കണ്ടപ്പോഴേ എനിക്ക് പേഴ്സണലി ഓക്കെ ആയിരുന്നു. അല്ല, ഈ റൈറ്റിംഗ് സ്റ്റേജിലെ ഈ ഒരു മീറ്റർ ക്യാരക്ടറിന് മനസ്സിലായിരുന്നു. ജിജിയുടെ മീറ്റർ അത് തന്നെയാണ്. കാര്യം അങ്ങനെ ഓൾ ഇൻ ഓൾ ആയിട്ട് ചാടി നിന്ന് നടത്തിയെടുക്കുന്ന ഒരാളാണ് ജിജി. അപ്പൊ ആ എനർജി ഡെഫിനറ്റ്ലി ആർട്ടിസ്റ്റിന് വേണം. ആനന്ദ് അത് തന്നെയാണ് റിയൽ ലൈഫിൽ എങ്ങനെയുണ്ട്? അല്ല, ഞാൻ മൂപ്പര് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആഡ് ഓൺ? ഉണ്ട്. ആനന്ദിന്റെ കയ്യിൽ നിന്നൊക്കെ കുറെ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബി കോൺഫിഡന്റ്, അതൊക്കെ ആനന്ദ് കഴിഞ്ഞിട്ടതാണ്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു പരിപാടികളും ചില റിയാക്ഷൻ സമയത്തുള്ള ഡയലോഗുകളൊക്കെ ആനന്ദ് കഴിഞ്ഞിട്ട് കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഞാൻ പറയാം, ഒരു കോമഡി എന്നുള്ള സാധനം വർക്ക് ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഫുൾ സ്ക്രിപ്റ്റിൽ നമുക്ക് അതിനെ എഴുതി വെക്കാൻ പറ്റുന്നതിനൊരു പരിമിതികളുണ്ടാവില്ല. അത് പറഞ്ഞ ആർട്ടിസ്റ്റുകൾ അവര് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇതിൽ ആർട്ടിസ്റ്റ് കോൺട്രിബ്യൂഷൻ എത്ര അളവിലുണ്ടാകും? ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. സത്യം പറഞ്ഞാല് പപ്പനാണ് ഏറ്റവും കൂടുതൽ വെൽ ഡിഫൈൻഡ് ആയിട്ട് ഹ്യൂമർ എഴുതിയിട്ടുള്ളത്. ബാക്കി അച്ഛനമ്മമാര് പോലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് എല്ലാരും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ആ സ്പേസും ഉണ്ടായിരുന്നു, എല്ലാരും അത് യൂട്ടിലൈസ് ചെയ്തിട്ടുമുണ്ട്. ഈ പപ്പൻ അത്യാവശ്യം ഞാൻ എഫേർട്ട് ഇട്ടായിരുന്നു. പപ്പന്റെ ഹ്യൂമർ എല്ലാം ഓൾമോസ്റ്റ് 90% ഉള്ളതാ ഇതിനകത്ത്. പപ്പന്റെ ഈ ക്യാരക്ടറൈസേഷനിൽ ഹ്യൂമർ, പപ്പനെ ഒരു സ്റ്റേജിൽ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് വേണമെങ്കിൽ അവതരിപ്പിക്കാം, വേണമെങ്കിൽ അല്പം തമാശ അവതരിപ്പിക്കാവുന്നതാണ്. ഇപ്പൊ ഈ പപ്പനെ ഹ്യൂമറൈസ് ചെയ്യാം എന്നുള്ളൊരു തോട്ട്, അയാളുള്ള തമാശകളെ മീൻസ് അയാളെപ്പോഴും സീരിയസ് ആണ്. ആ ക്യാരക്ടർ ഉടനീളം അയാള് കോമഡി പറയുന്നു അങ്ങനെയല്ലല്ലോ, അയാൾ ചെയ്യുന്ന കാര്യങ്ങളിലൊരു ഹ്യൂമർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു ഹ്യൂമറൈസ് ചെയ്യാവുന്ന തോട്ട് ഏത് സ്റ്റേജിലാണ് എത്തുന്നത്? കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്റെ കൺസെപ്റ്റിൽ ആദ്യം പപ്പൻ ഒരു ആൽഫ മെയിലായിരുന്നു. പുള്ളി ആൽഫ മെയിൽ ആവുമ്പോൾ നമുക്ക് ചിരി വരുന്നു, പുള്ളി അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. പിന്നെയാണ് അജു വന്ന്, അല്ലെങ്കിൽ ആദ്യമേ അജുവിനെ ആൽഫ കാര്യം, അജു ഇത്രയും സീരിയസ് ക്യാരക്ടർ ചെയ്യുന്നത് കൊണ്ട് ആൽഫ മെയിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ പുള്ളിയുടെ മീറ്റർ കുറച്ച് ഹ്യൂമറിഷാണ്. അപ്പം പക്ഷെ അജു വന്ന് കഴിഞ്ഞപ്പോ 1-2 സീൻ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഒന്ന് ഇറക്കാം, അജുവിന്റെ പഴയ മീറ്ററിലേക്ക് ഇത് കൊണ്ടുപോകാം. അപ്പൊ എല്ലാ സീനും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതായത് എഴുതിയ സമയത്തുള്ള മീറ്ററിലല്ല, അത് കുറച്ച് ട്വീക്ക് ചെയ്താണ്. എന്നാൽ അജുവിന്റെ പഴയ ഹ്യൂമർ അത്രയും ലൗഡ് ആകാനും പാടില്ല, ക്യാരക്ടർ വിട്ടു. അപ്പൊ അതിനിടയിൽ നിർത്തി ആ മീറ്റർ അത് ഷൂട്ടിന്റെ സമയത്ത് തന്നെ മാറി പോയതാണ്. ഈ സീരീസ് ഹോട്ട്സ്റ്റാറിലേക്ക് പിച്ച് ചെയ്യുന്നതിന്റെ ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? എത്രത്തോളം, എങ്ങനെയാണ് അതിന്റെ ഒരു യാത്ര? എപ്പോഴും വലിയ യാത്രയാണ്. അതായത് നമ്മൾ ആദ്യം കഥ പറയണം, ഇത് 2-3 സ്റ്റേജ് കഥ പറയണം. കഥ കേട്ടിട്ടെന്ന് ഇവരെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ക്ലിഫ് ഹാങ്ങേഴ്സ് ഒക്കെയാണ്. അടുത്ത എപ്പിസോഡിലേക്ക് പോകുന്ന
അങ്ങനെ 2-3 സ്റ്റേജ് കഥ അതായത് ഒരു മീറ്റിംഗ് നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്തൊക്കെ കിട്ടുന്നത് മാസങ്ങളെടുക്കും. അപ്പൊ ആ പ്രോസസ്സ് കഴിഞ്ഞാൽ അവര് അതായത് കേരളത്തിലുള്ള കഥ കേൾക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെന്നൈ, മുംബൈ അങ്ങനെ ഒരാളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരിലേക്ക് ഇത് എത്തണം. അപ്പോൾ 1/2 പേജിലുള്ള സമ്മറി മലയാളം ഇംഗ്ലീഷ്, 1.5 പേജിലുള്ള ബ്രീഫ് മലയാളം ഇംഗ്ലീഷ്, പിന്നെ ഫുൾ സ്ക്രിപ്റ്റ് വിത്തൗട്ട് ഡയലോഗ്സ്. അത് ഞാൻ എപ്പിസോഡ് വൈസ് ആണ് പറയുന്നത്. അങ്ങനെ പറയാം. അതായത് 1/2 പേജിൽ കഥ, 1.5 പേജിൽ കഥ, ഓരോ എപ്പിസോഡിന്റെയും ബ്രീഫ് മലയാളം ഇംഗ്ലീഷ്, പിന്നെ എൻറ്റയർ സ്ക്രിപ്റ്റ് വിത്തൗട്ട് ഡയലോഗ്സ് മലയാളം ഇംഗ്ലീഷ്, വിത്ത് ഡയലോഗ്സ് മലയാളം ഇംഗ്ലീഷ്. അതങ്ങ് കിടക്കും, ഇങ്ങ് പോവും. അതൊക്കെ കഴിഞ്ഞ് അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കറക്ഷൻസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതൊരു ഹ്യൂമർ അവരെടുത്ത് കളഞ്ഞായിരുന്നു, മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. അതർവൈസ് അവർ ഓക്കെ ആയിരുന്നു, ബാക്കിയില്ല. പിന്നെ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു കൈകടത്തലുണ്ട്. പിന്നെ അതായത് SNP എന്ന് പറയുന്ന ഒരു ലോഗോ ഉണ്ട്. അതിനകത്ത് ഒരു ഫ്രെയിം ടു ഫ്രെയിം അവർ ചെക്ക് ചെയ്യും. കാര്യം അവർക്കൊരു ലീഗൽ ഇഷ്യൂ വരാൻ പാടില്ല. അപ്പൊ അത് പിന്നെ ഓരോ ലാംഗ്വേജിലും SNP ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ റീജനില് കുഴപ്പമില്ലാത്തൊരു കാര്യം മറാഠിയിൽ ചിലപ്പോൾ അവർക്കത് ഒഫൻസീവായിട്ട് തോന്നിയേക്കാം. അപ്പൊ അത് കട്ട് ചെയ്യാൻ പറയാം. അങ്ങനെ നമുക്ക് ദൈവത്തിനെ കൊണ്ട് ഒന്നും എഡിറ്റിൽ ഒരു ഇഷ്യൂസ് കറക്ഷൻ പോലും വന്നില്ല. ഇപ്പോ വാശി മൂവി ചെയ്തു, അതിനുശേഷമാണ് ഇത് ചെയ്യുന്നത്. ഇത് രണ്ടും ചെയ്യുമ്പോൾ ഒരു സീരീസ് ചെയ്യുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ മെയിനായിട്ട് തോന്നിയൊരു വ്യത്യാസം എന്താ? ഒരു സീരീസ് സിനിമ എന്നുള്ള വ്യത്യാസം എനിക്ക് തോന്നിയില്ല. കാര്യം ഞാൻ അങ്ങനെ ഒരു സീരീസ് ഫോർമാറ്റിലല്ലേ സീരീസ് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. റോംകോം ആയതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ അവകാശപ്പെടാൻ ഒരുപാട് പ്രശ്നസ് ഒന്നും ഈ കഥയിലും ഇല്ല. എൻഗേജിങ് ആയിട്ട് ഇരുത്തുക എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു സീരീസിന്റെ പേസിങ്, കൺവെൻഷണൽ പേസിങ് പിടിച്ചാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ലാഗ് അടിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് അങ്ങനെ സീരീസ് ഫോർമാറ്റിലല്ല സത്യം പറഞ്ഞത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ജോണർ ഷിഫ്റ്റിന്റെ വ്യത്യാസം ഡെഫിനറ്റ്ലി ഉണ്ട്. കാര്യം ഭാഷയിൽ അങ്ങനെ എഴുതി വെച്ചത് തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷെ ഇതങ്ങനല്ല. ഇത് ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ഒരു ഹ്യൂമർ വീണ് കിട്ടിയാൽ അത് പടത്തിനെ ഗുണം ചെയ്യും. അപ്പൊ അവർക്ക് അത്രയും ആ സ്പേസ് കൊടുത്ത് ലൈഫ് റിഫ്ലക്ട് ചെയ്യണമല്ലോ. അപ്പം അവർക്കത് അത്ര ഈസ് തോന്നണം. ഇപ്പൊ ഓരോ സീനിലും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ തോന്നുന്നത്? ഇരിക്കണോ, നിൽക്കണോ, നടക്കണോ? അപ്പൊ അവരുടെ കംഫർട്ടിനനുസരിച്ച് ഓരോ സീനും റീഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അത് വേറെ പ്രോസസ്സാണ്. അത് ഭാഷയിൽ അങ്ങനെ ചെയ്തില്ല. സ്ക്രിപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഇത് ഭയങ്കര രസമാണ് ഇങ്ങനെ ചെയ്യാൻ. അതെ അതെ, ആ ലൈഫ് ഇതിനകത്തേ കിട്ടത്തുള്ളൂ. ഞാൻ ഇപ്പോ ഇന്ന് പൊതുവെ ആളുകൾ പറയുന്ന പ്രേക്ഷകരുടെ ഒരു അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയുന്ന ഒരു, തീർച്ചയായിട്ടും ഞാനടക്കം നമ്മളെല്ലാവർക്കും അങ്ങനെയാണ്. അപ്പൊ അതൊരു ചാലഞ്ച് അല്ലേ? ഈ പറഞ്ഞ പോലെ സീരീസിലേക്ക് വന്നത് സ്കിപ്പ് ചെയ്ത് മീൻസ് ഒരു 5-10 സെക്കൻഡ് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. തിയേറ്ററിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇല്ല. പക്ഷെ ഇതിപ്പോ നമ്മള് 10 സെക്കൻഡ് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമേ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം എന്നെ സംബന്ധിച്ച് ഇത് ആദ്യം കാണുന്ന ആൾ 6ാമത്തെ എപ്പിസോഡ് എത്തിക്കണമല്ലോ. അതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച് സീരീസ് എന്ന് പറയുമ്പോൾ. മാത്രമല്ല ഇത് റോംകോം ആണ്, ത്രില്ലർ അല്ല. അപ്പൊ ആ പരിമിതി ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ ക്ലിഫ് ഹാങ്ങേഴ്സ് ഇല്ല. അതെ അതെ. അപ്പൊ എനിക്ക് കിട്ടുന്ന റെസ്പോൺസിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേഴ്സണലി എനിക്ക് ഹൈ എന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ കണ്ടു തീർത്തു എന്ന് പറയുന്നതാണ്. ബിഞ്ച് വാച്ച് ചെയ്തു എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടേക്ക് അവേ. ആ ഒരു റൈറ്റിംഗ് സ്റ്റേജിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകണമല്ലോ മനസ്സിലായി. ഉറപ്പായിട്ടും ആ പേടിയാണ് മൊത്തം. അതായത് ഇത് ഓരോ എപ്പിസോഡ് കഴിഞ്ഞ് ഇവനെ അടുത്ത എപ്പിസോഡ് കാണിക്കണമല്ലോ, ഇത് 6 വരെ എത്തിക്കണമല്ലോ. അത് ഡെഫിനറ്റ്ലി ഒരു പേടിയായിരുന്നു. ഈ ഷൂട്ടിംഗ് സ്റ്റൈൽ ഏറ്റവും ഒരു ഡിഫിക്കൽട്ട് എന്ന് തോന്നി, അല്ലെങ്കിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്തൊരു മൊമെന്റ് എന്ന് തോന്നി പെട്ടെന്ന് മനസ്സിൽ തന്നെ എന്തായിരിക്കും? ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഒരുപാട് മുന്നേ ഇങ്ങനെ കോൺവെർസേഷൻ ഇടയിൽ വേറൊരു ഐഡിയ വെച്ച് ചെയ്തായിരുന്നു. ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലായിരുന്നു ക്ലൈമാക്സ്. അപ്പൊ അത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിസ്കഷൻ തുടങ്ങി. ഇത് ഇങ്ങനൊരു ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരു എൻറ്റയർ എപ്പിസോഡ് റീറൈറ്റ് ചെയ്യണം. കഥ മാറുന്നില്ല, പക്ഷെ സീനുകളൊക്കെ മാറും. ഗൗരിയുടെ അച്ഛൻ സീനുകളൊക്കെ ഷൂട്ടിനിടയിൽ എഴുതിയതാണ്, ആ കോൺഫ്ലിക്റ്റ് എല്ലാം. അത് അങ്ങനെ ഒരുപാട്. അപ്പൊ അത് ആ എൻറ്റയർ 6th എപ്പിസോഡ് ഷൂട്ടിന്റെ ഇടയിൽ റീറൈറ്റ് ചെയ്തതാണ്. അപ്പൊ അത് പേഴ്സണലി എനിക്ക് പല സീനും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എഴുതിയ സീനുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു അത് ഞാൻ നക്ഷത്രം എണ്ണി. ഈ ഒരു സീരീസിന്റെ ഒരു പ്രധാന ഒരു ഫാക്ടറാണ് ഇതിന്റെ ലൊക്കേഷൻസ്. ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആയാലും ശരി, ആ പണിതുകൊണ്ടിരിക്കുന്ന വീടും ആ ലൊക്കേഷന്റെ ഒക്കെ എങ്ങനെയായിരുന്നു? വീട് സെറ്റാണ്.
അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഞാൻ വാശിയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലായിടത്തും പറയുമായിരുന്നു എനിക്ക് മറ്റത് ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെ അവർ പെർമിഷൻ തരില്ല. അവർ റോഡൊക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തോളൂ. അപ്പം രഞ്ജിത്തേട്ടൻ എൻ്റെ പുറകെ നടന്നു തുടങ്ങി. പുള്ളി ഒരു ദിവസത്തെ പെർമിഷൻ അവർ തന്നത്, ഒറ്റ ദിവസം. പിന്നെ അത് രഞ്ജിത്തേട്ടൻ്റെ മാത്രം ക്രെഡിറ്റ് ആണ്. പുള്ളി അവിടെ നിന്ന് എല്ലാ ദിവസവും ചെന്ന് അവരുടെ അടുത്ത് സംസാരിച്ച് കൺവിൻസ് ചെയ്ത് പറഞ്ഞു ഇതൊരാഴ്ച പെർമിഷൻ വാങ്ങിയെടുത്തു. 7 ദിവസം പെർമിഷനും 10 ദിവസം ഷൂട്ട് ചെയ്തു. കയറിയപ്പോൾ നമ്മൾ ഇറങ്ങില്ലല്ലോ. പക്ഷെ അത് അവരെല്ലാവരും കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. അവിടുത്തെ എൻറ്റയർ അസോസിയേഷൻ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. രഞ്ജിത്തേട്ടന് ഒറ്റ ഒരാളാണ് അത് റെഡി വാങ്ങി തന്ന പെർമിഷൻ. കാര്യം അതാണ് അതിൻ്റെ ലൈഫ്. അതിനെ കൊണ്ട് ഞാൻ എവിടെയൊക്കെ നോക്കി എന്നറിയാം. അങ്ങനത്തെ ഒരു ഒക്കേഷൻ കിട്ടാനില്ല. ഒരു മിഡിൽ ക്ലാസ് ഫീൽ ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് ഇല്ല, ഒരു കമ്മ്യൂണിറ്റി ഇല്ല. അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് വന്നാലേ ആ കഥ മുന്നോട്ട്. അതെ എന്റെ ബ്യൂട്ടി എന്ന് പറയുന്ന ലൊക്കേഷൻ ഈ പറഞ്ഞ പോലെ നിരന്നിരിക്കുന്ന സ്ത്രീകളും അവരുടെ പറയുന്ന കുഞ്ഞു കുശുമ്പുകളും ഒക്കെ ആയിട്ട് അതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് കാണുമല്ലോ. ഈ അച്ഛനമ്മ ക്യാരക്ടേഴ്സിന് ഉണ്ട്. ഇതിപ്പോ ഗൗരിയുടെ അച്ഛനായാലും അല്ലെങ്കിൽ നീരജിന്റെ അച്ഛന്റെ ക്യാരക്ടർ ആയാലും ഇവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു? ഗൗരിയുടെ അച്ഛന്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ലേ, ഷൂട്ട് നടന്ന സമയത്താണ് അത് അങ്ങനെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റ് ചെയ്യാന്നൊക്കെ തീരുമാനിച്ചത്. പക്ഷെ ഇവരുടെ കെമിസ്ട്രി ഇത് തന്നെയായിരുന്നു. എഴുതി തുടങ്ങിയപ്പോഴേ ഇവരുടെ റാപ്പോ ഇത് തന്നെയായിരുന്നു മനസ്സിൽ. പക്ഷെ അതിനൊന്ന് എലിവേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചതൊക്കെ ഷൂട്ട് നടക്കുന്ന സമയത്താണ്. നീരജിന്റെ അച്ഛന്റെ ക്യാരക്ടറും അതുപോലെ തന്നെയാണ്. ഇല്ല, പുള്ളിയുടെ ക്യാരക്ടേഴ്സ് എല്ലാം അത് ആദ്യമേ അത് ഓൺ പേപ്പർ ഇത്രയും ഉണ്ട്. അതുപോലെ അജുവിന്റെ അമ്മയുടെ അതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് കടുപ്പിക്കാന്ന് തീരുമാനിച്ചത്. ഞാൻ ചോദിക്കട്ടെ, എഴുതുന്ന സ്റ്റേജിൽ ഈ കോമഡി വർക്ക്ഔട്ട് ആകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാകത്തില്ല? അതിനെങ്ങനെയാ മീൻസ് അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു വിശ്വാസം ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇരുന്ന് പറയുക, അപ്പൊ ഇത് വർക്കാവും, അവരുടെ ചിരി വരും, അങ്ങനെ എന്തെങ്കിലും? ഉറപ്പായിട്ടും. ചില സാധനങ്ങള് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. ചിലത് വേണമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരിക്കും, അവര് പറയാതെ വർക്കാവും. അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ഒരു വിശ്വാസം വെച്ചെങ്കിൽ ചെയ്യാന്നുള്ളത്. അതെ, എഡിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാമല്ലോ. അപ്പൊ ആ കോൺഫിഡൻസിലെങ്കിൽ ഈ എഡിറ്റിംഗ് പ്രോസസ്സിൽ എന്തെങ്കിലും സീൻസ് ഒക്കെ ഇനി ഇതിന്ന് 1-2 ഹ്യൂമറൊക്കെ ചില സാധനങ്ങള് ചടച്ചേക്കാമെന്ന് തോന്നിയ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പപ്പേട്ടന്റെ കുറച്ച് സീൻസ് പോയിട്ടുണ്ട്. പപ്പേട്ടന്റെ 1-2 സാധനമൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും ചിലപ്പോൾ എനിക്ക് വർക്ക്, അതായത് സീനിന്റെ ഒരു ഫ്ലോ അത്രയും ബ്രേക്ക് ആവുന്ന പോലെയൊക്കെ തോന്നിയ സാധനങ്ങൾ എനിക്ക് ബേസിക്കലി ക്രിസ്പായിട്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എപ്പോഴും. അപ്പൊ വലിക്കണ്ടെന്ന് തോന്നിയത് ഓൾറെഡി ഒരു ചെറിയ വലിവുണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് ഞാനും കൂടെ ചില ലാഗ് ആവശ്യമാണ് കഥയ്ക്ക്. കാര്യം അത് നമ്മൾ ഞാൻ വേറെ സിനിമ ആണെങ്കിൽ പോലും ലാഗ് ഉണ്ടെന്ന് പറയുന്ന ഈ സീക്വൻസുകൾ അല്ലെങ്കിൽ ആ ഏരിയ ആക്ച്വലി ക്രിസ്പായി കഴിഞ്ഞാൽ ഇമോഷൻ കിട്ടില്ല. അപ്പൊ അത് നമുക്ക് ആ റിസ്ക് എടുത്തേ പറ്റൂല. അവിടെ ഇമോഷൻ കിട്ടുന്നതിനേക്കാളും കിട്ടാതിരിക്കുന്നതിനേക്കാളും ഡാമേജ് കുറവാണ് ലാഗ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ റിസ്ക് നമുക്ക് എടുത്തേ പറ്റൂ. പിന്നെ ലാഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തോന്നുന്നു നിർബന്ധമില്ല. മാത്രമല്ല ഇതൊരു ലൈഫ് ഓറിയന്റഡ്, അപ്പൊ ലൈഫിന്റെ ഒരു ചെറിയ ലാഗ് ഡെഫിനറ്റ്ലി വേണമല്ലോ. ഈ പപ്പേട്ടന്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നതിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ക്യാരക്ടർ അതായത് കൊണ്ടുകൂടെയാണ്, എന്തായിരുന്നു ഒരു ഇൻസ്പിറേഷൻ ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ? പപ്പൻ ഇങ്ങനെ ആകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് തോന്നിയ സംഭവം എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ഒരു ക്യാൻസൽ കൾച്ചർ എതിരാണ് പേഴ്സണലി ഞാൻ. എനിക്കറിയാവുന്ന പലർക്കും ഇതേ ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. നമ്മളവരാരും കളഞ്ഞിട്ടൊന്നും പോകുന്നില്ലല്ലോ. അപ്പം അതായത് ഇത്തരം ആറ്റിറ്റ്യൂഡ് ഉള്ളവരെല്ലാവരും മോശമല്ല, നന്മയുള്ള ആളുകളെന്ന് വിചാരിക്കുന്നവരൊന്നും ഒക്കെ ഇതുപോലത്തെ ഒരുപാട് സ്വഭാവമുള്ളവർ, നമ്മുടെ വീട്ടുകാരടക്കം. അപ്പൊ ഐഡിയ അതാണ്. അതായത് നമ്മൾ എത്രയും സ്നേഹിക്കുന്ന അച്ഛനമ്മമാര് മുതൽ കസിൻസ് ആയാലും സുഹൃത്തുക്കളായാലും എല്ലാവരും തികഞ്ഞവരൊന്നുമല്ല. അങ്ങനെ അത്രയും നല്ല ക്വാളിറ്റി ഇല്ല എന്നും പറഞ്ഞ അവര് സ്നേഹവും ഇല്ലാത്ത ആൾക്കാരും അല്ല. അപ്പൊ ആ ബാലൻസ് എനിക്ക് ഡെഫിനറ്റ്ലി, കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ് പപ്പന്റെ. പക്ഷെ പപ്പന്റെ സ്വഭാവം പിന്നെ പെശകാണ്. അപ്പൊ അതൊരു ഫാക്ടർ അല്ല. ഇവർക്ക് എല്ലാം അൺലേണിംഗ് എന്നൊരു സ്പേസ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പൊ ആ ഹൈ എനിക്കുണ്ട്. അതാണ് ഞാൻ പറയാതെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പപ്പന്റെ ക്യാരക്ടറിൽ വരുന്ന ഷിഫ്റ്റും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇനി മാറാൻ സാധ്യതയില്ലല്ലേ? അല്ല, എന്തെങ്കിലും മാറാൻ സാധ്യതയുള്ളത് പപ്പന്റെ ഏജിനാണ്. അതെ. അപ്പൊ അങ്ങനെ സീരീസ് തീരുമ്പോഴത്തേക്കും പപ്പനെ അങ്ങ് മാറ്റി പുതിയ ആളാക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും പപ്പന് ചെറിയ മാറ്റങ്ങളും ഉണ്ട്. അതെ അതെ. ഈ
സീരീസ് അവസാനിക്കുമ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഗൗരിയുടെയും നീരജിന്റെയും ലൈഫ് ഓപ്പൺ ആയിട്ടാണ് ഇനി അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കാം സംഭവിക്കുക ഒരു വിഷ്ണുവിന്റെ ഒരു പെർസ്പെക്റ്റീവില്. നീരജിന് കുറച്ചുകൂടെ ബോധം ഉണ്ടാകും, വിനോദിന് കുറച്ചുകൂടെ ബോധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അറിയില്ല, ചിലപ്പോൾ കല്യാണം കഴിക്കുമായിരിക്കാം. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു കാനഡയിലേക്കായിരിക്കും പോകാൻ സാധ്യത. നാട്ടിലേക്ക് വന്ന് നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സീസൺ 2 ചോദിച്ചപ്പോൾ ഞാൻ സീസൺ 2 കാനഡ പറഞ്ഞു. സീസൺ 2 സാധ്യത ഉണ്ടോ അറിയില്ല. കാനഡ വിട്ടൊരു കളിയില്ല. എന്തായാലും വിനോദം ഗൗരിയും നാട്ടിലേക്ക് ഈ സാഹചര്യത്തിൽ പോവില്ല. കാനഡ ആണെങ്കിൽ ഓക്കെ. ഇതൊരു ഈ റോം കോമിനൊപ്പം ഇതിനൊരു സോഷ്യൽ സറ്റയർ സ്വഭാവം കൂടെ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് എപ്പിസോഡിൽ നീരജ് പറയുന്ന കാര്യമുണ്ട്, ഇവിടെ വന്നപ്പോ തൊട്ട് ഓരോരുത്തർ എന്നെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ വാച്ച് പോലും ഊരിക്കൊണ്ടുപോയി. ഇത് എന്താ പറയാ ഒരു പൊതു സ്വഭാവം മനുഷ്യന്റെ, അല്ലെങ്കിൽ മലയാളികളെ കുറിച്ച് നമ്മളെപ്പോഴും പറയുന്ന ഒരു പൊതു സ്വഭാവത്തിന്റെ ഒരു അങ്ങനെ പറയേണ്ട കാര്യമില്ല. എല്ലായിടത്തും ഉള്ള സ്വഭാവമാണല്ലോ ഇതൊക്കെ. ആ ഒരു സറ്റയർ വേണമെന്നുള്ളത് ആദ്യമേ വിചാരിച്ച കാര്യമാണ്. ഇപ്പൊ ഈ ഗവൺമെന്റ് ഓഫീസിലേക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ, ആ ഒരു ഗവൺമെന്റ് ഓഫീസർ വരുന്നുണ്ട്, അവരതിനെ കാണുന്ന രീതിയൊക്കെ ആ ഒരു സറ്ററിക്കൽ ഒരു ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത്. ഞാൻ ഈ വീട് പണി ആയിട്ട് ബന്ധപ്പെട്ട് അത് എഴുതാൻ വേണ്ടി എനിക്ക് പരിചയമുള്ളവരും പരിചയക്കാരുടെ ഫ്രണ്ട്സും എല്ലാവരും ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ഇതൊക്കെ തന്നെ നടക്കുന്നു. അപ്പൊ എല്ലാവരുടെ അനുഭവം സിമിലർ ആണ്. എല്ലാവരും ഒരു പോയിന്റിൽ ഞാൻ മുണ്ടുമടക്കി ഇറങ്ങുന്ന അവസ്ഥയിലേക്ക്, അവരെ മുണ്ടുമടക്കി ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ട്. കോൺട്രാക്ടറിന്റെ സൈഡ് നിർത്തി എല്ലാവരും ഒരു ദിവസമെങ്കിലും മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഇന്ത്യ ഗവൺമെന്റ് പരിപാടികളിൽ എവിടെയെങ്കിലൊക്കെ സ്റ്റക്ക് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോഴേ ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ കണക്ട് ആവുള്ളൂ എന്നുള്ളത് ആ ചിന്തയിലാണ് അങ്ങനെ ആ സൈഡ് പിടിച്ചത്. നമുക്ക് മുൻ ചിത്രമായ വാശിയിലേക്ക് വരാം. വാശി ഒരു തിയേറ്ററിൽ എത്ര തിയേറ്റർ സബ്ജക്ട് അല്ല എന്ന് വെച്ചാൽ അങ്ങനല്ല, അതൊരു തിയേറ്റർ ഓഡിയൻസിനെ കേറ്റർ ചെയ്യുന്ന ഒരു ക്ലൈമാക്സോ ഒന്നും അല്ലല്ലോ. അത് ഡെഫിനറ്റ്ലി പക്ഷെ OTT വന്നപ്പോ അത് ചർച്ച ചെയ്യപ്പെടാൻ തീർച്ചയായിട്ടും. അതെ അങ്ങനെ ഒരു 3 ആഴ്ച ഓടി കേട്ടോ പറയുമ്പോ. അല്ല, ഞാൻ ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ പ്രേക്ഷകർ തിയേറ്റർ സ്റ്റഫ് അല്ലെങ്കിൽ OTT സ്റ്റഫ് എന്നുള്ള രീതിയിൽ അതായത് വാശി ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നേക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ. അതായത് ഒരു ആവറേജ് പടം തിയേറ്ററിൽ ഓടാനുള്ള സാധ്യത ഇപ്പൊ അടുത്തിറങ്ങിയ നല്ല പടങ്ങളാണെങ്കിൽ പോലും ഭയങ്കര വാവ് ഫാക്ടറോ അല്ലെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് പറയുന്ന പടങ്ങൾ ഒന്നും തിയേറ്റർ അല്ലാത്ത പക്ഷം അത് അങ്ങനെ ഒരു തിയേറ്ററിൽ കാണുന്നില്ല. ഇതൊക്കെ നല്ല പടങ്ങളാണ് പലതും. ഒരു സംവിധായകന്റെ പെർസ്പെക്റ്റീവിൽ അതൊരു ടെൻഷൻ ഫാക്ടർ അല്ലേ? എല്ലാവർക്കും ആ പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പോഴാണ് ഷിഫ്റ്റ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ആർക്കും അറിയില്ല. എന്നാൽ OTTയിലേക്ക് ഒരു പടം ആരും ഇപ്പൊ എടുക്കുന്നുമില്ല. അപ്പൊ ഒരു എക്സ്ട്രാ ഓർഡിനറി സബ്ജക്റ്റ് അല്ലാത്ത പക്ഷം തിയേറ്ററിലേക്ക് എല്ലാവർക്കും അത് പേടി ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അത് സംസാരിക്കുന്നുമുണ്ട്. അറിയില്ല. വാശി കഴിഞ്ഞിട്ട് എൻ്റയർലി ഒരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. ഇനി അടുത്തൊരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ജോണർ ഷിഫ്റ്റ് മനസ്സിൽ കാണുന്നുണ്ടോ? എന്തെങ്കിലും വൺ ലൈൻ തീർന്നിരിക്കുകയാണ്, അത് തിയേറ്റർ പടമാണ്. ഇപ്പൊ ഈ 2 പടമല്ല. എനിക്ക് ഇപ്പൊ ഞാൻ ഈ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുമ്പോൾ അത് വേറെ ഷെയ്ഡാണ് ആ പടം. അത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ്. അത് അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ എന്നെ ഇടണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന പടം എനിക്ക് എൻ്റെ പടമാണ് വെച്ചാൽ അത് എനിക്കറിയാവുന്ന ഡ്രാമയുള്ള ഭയങ്കര ഇൻറ്റൻസ് ഇമോഷനായിട്ടുള്ള ഭയങ്കര ത്രില്ലർ സ്വഭാവമുള്ള കഥയാണ്. എനിക്ക് ഡ്രാമ ഇമോഷനും ഇല്ലാതെ എനിക്കൊരു പരിപാടി പിടിക്കാൻ പേഴ്സണൽ താല്പര്യമില്ല. ത്രില്ലറാണ്, പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഇമോഷനാണ്. അത് തിയേറ്റർ സബ്ജക്റ്റ് ആണ്. പക്ഷെ അപ്പം അതിന് അത്രയും അങ്ങനത്തെ ഇതൊരു ഭയങ്കര ലൈറ്റ് വാച്ച് അല്ലേ, അത് ഒട്ടും ലൈറ്റ് വാച്ച് അല്ല. അപ്പൊ ആ ഷിഫ്റ്റ് പേഴ്സണലി വേണമെന്ന് വെച്ചാൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു അല്പം ഡാർക്ക് ടോണിലായിരിക്കാം അല്ലെ? ഡാർക്ക് എന്ന് വെച്ചാൽ അത് ഡാർക്ക് എന്ന് അതായത് നമ്മൾ എൻഗേജ് ത്രില്ലർ സ്വഭാവമുള്ള സിനിമ ഡാർക്ക് ടോൺ അല്ലേ? ചില അങ്ങനെ പറയാ ഇപ്പൊ എങ്ങനെ അതായത് ലൈറ്റ് വാച്ച് അല്ല, അത്രയും അതാണ് എനിക്കൊന്ന് കറക്റ്റ് പറയുന്നത്. ലൈറ്റ് വാച്ച് അല്ല. ഹോട്ട്സ്റ്റാറിന് വേണ്ടി ഒരു സീരീസ് ചെയ്യുമ്പോൾ ഒരു സിനിമ ചെയ്യുന്നതിന് ചാലഞ്ച് എന്തായിരുന്നു? ഇവര് തന്നെയാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അതായത് നമ്മുടെ മുകളിലേക്ക് പ്രൊഡ്യൂസർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ സിനിമയാകുമ്പോഴത്തേക്കും. ഇത് നമ്മുടെ മുകളിൽ വേറൊരു യൂണിവേഴ്സ് എന്നുണ്ട്. പ്രൊഡക്ഷൻ സ്റ്റേജിലൊക്കെ എങ്ങനെയാണ്? എല്ലാ സ്റ്റേജിലും ഉണ്ട് ഇവര്. അതായത് ഇവരില്ലാത്തത് എന്ത് കാര്യത്തിൽ നമ്മുടെ കാര്യം തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ച് ചെയ്യാൻ പറയുന്നവരെ ചെയ്യാൻ ഫോണിൽ കൂടെ തിരിച്ചു പറയുന്നു, ഇത് മെയിൽ അയക്കണം, ഇത് മെയിൽ അയച്ചിട്ട് പിന്നെ താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് ചെയ്തു. ഇത് ഫുൾ ആ പ്രോസസ്സാണ്. അത് തന്നെയാണ് അവരുടെ. തീർച്ചയായിട്ടും അത് പല സ്റ്റേജുകളിലായിട്ട് അവരുണ്ട്.
അല്ല അത് പിന്നെ അതാണ് പ്രോസസ്സ്. അത് അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒന്നിൽ നമ്മുടെ ഫൈനൽ കോൾ അല്ല, നമ്മൾ എടുക്കുന്ന ഫൈനൽ കോള് അവരും അപ്രൂവ് ചെയ്യണം. എല്ലാത്തിനും അപ്രൂവൽ ആവശ്യമാണ്. പക്ഷെ അവർ ഭയങ്കര സഹകരിക്കും കേട്ടോ. അവർ ഭയങ്കരമായിട്ട് അവരുടെ ജഡ്ജ്മെന്റ്സ് എല്ലാം വളരെ കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് പ്രൊമോഷൻ ആണെങ്കിലും കോണ്ടന്റിനകത്താണെങ്കിലും അവർ ഒരുപാട് ഇതുപോലെ സബ്ജക്റ്റുകൾ എല്ലാ ഭാഷയിലും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണല്ലോ. അപ്പൊ എനിക്കത് പേഴ്സണലി ഞാൻ കുറച്ച് സർപ്രൈസ്ഡ് ആണ്. പല കാര്യങ്ങളും ചില തീരുമാനങ്ങൾ എനിക്ക് വിയോജിപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവരെടുക്കുന്ന തീരുമാനം കറക്റ്റ്. അവർ വെൽ റിസർച്ച്ഡ് ആണ്. അവർക്ക് അതിന് ധാരണയുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ്, വളരെ ചെറിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് പ്രേക്ഷകരുടെ ഒരു പൾസ്. തീർച്ചയായിട്ടും ഈ ചെയ്യുന്ന കോണ്ടന്റിനകത്തുള്ള സ്വീകാര്യത അവർക്ക് നല്ല ധാരണയുണ്ട്. അത് അടിപൊളിയാണ്. ഇപ്പൊ ഒരു ആക്ടറും കൂടെ ആണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സിനിമയിലൊരു മീൻസ് ഒരു സീരീസിലൊരു ഇത് ചെയ്യാതിരുന്നു? അത് ഏത് ക്യാരക്ടറാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. അങ്ങനല്ല, ഞാൻ അങ്ങനത്തെ ഒരു ഹൈ ഇല്ല സത്യം പറയാം. പക്ഷെ ഇപ്പൊ അഭിനയത്തിലൊരു ഹൈ ഇല്ല. ഈ ഡയറക്ഷൻ ഹൈ എനിക്ക് അഭിനയത്തിൽ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ കുറച്ച് അതായത് ഒരു കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് സത്യം പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും അത് തേടി പോകാനോ, കാര്യം അടുത്ത് എഴുതുക എന്നുള്ളതേ ഞാൻ ഫോക്കസ്ഡ് ആയിട്ടുള്ളൂ. വിളിച്ചാൽ ചിലപ്പോൾ പോകുമായിരിക്കും കേട്ടോ. കാര്യം പണ്ടുള്ളതിനേക്കാളും കോൺഫിഡൻസ് എനിക്കിപ്പോ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഡയറക്ഷൻ കിട്ടുന്ന ഒരു ഹൈ അതൊരിക്കലും കിട്ടില്ല. അത് എന്തായാലും കിട്ടില്ല. ഡയറക്ഷന്റെ ഒരു ഹൈ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ, ഒരു സീരീസ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും ഹൈ ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും? ഒരുപാടുണ്ട്. എനിക്ക് പേഴ്സണലി ഹൈ എന്ന് പറയുന്നത് പെർഫോം ചെയ്യിക്കുന്നതിനകത്തൊരു ഹൈ ഉണ്ട്. അതെനിക്ക്, കാര്യം ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അത് പേഴ്സണലി എനിക്ക് ഒരു ആക്ടറെ കൊണ്ട് പെർഫോം എനിക്ക് പേഴ്സണലി ഹൈ മൊമെന്റ് അതാണ്. ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റേജിൽ ആ ഒരു മൊമെന്റ് ആണ്. അതെ, അത് എന്നെ സംബന്ധിച്ച് എഡിറ്റിംഗ് ടേബിളിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോൾ പോലും എനിക്ക് ആ ഹൈ കുറയാറുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ആലോചിച്ചിട്ടുണ്ട്, ഷൂട്ടിംഗ് സമയത്ത് ഹൈ അല്ലല്ലോ അത്. അപ്പൊ എനിക്ക് ആ പെർഫോമൻസ് എടുക്കലാണ് എന്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഹൈ തോന്നിയിട്ടുള്ളത്. വേറെ ഉണ്ടാവും. എനിക്കങ്ങനെ പെട്ടെന്ന് ചോദ്യം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. എനിക്ക് പേഴ്സണൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതെല്ലാം കഴിയുമ്പോഴും പ്രേക്ഷകരുടെ കയ്യടിയാണ് ഏറ്റവും ഹൈ മൊമെന്റ്, അല്ലെങ്കിൽ ചിലർ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി ഏറ്റവും ഹൈ ഡിസ്കണക്ട് ആവാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ സീരീസിന്റെ ഇതിലും ഡിസ്കണക്റ്റഡ് ആണോ? സീരീസിന്റെ ഔട്ട് കൊടുത്തത് ഒരു വെള്ളിയാഴ്ചയാണ്. ഞാൻ ശനിയാഴ്ച രാവിലെ അടുത്ത സബ്ജക്റ്റിന്റെ വൺലൈൻ വീണ്ടും നറേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങി. പ്രൊമോഷൻ സമയത്തും ഞാൻ ഇതിനകത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ റിലീസ് സമയത്തും ഞാൻ അന്നത്തെ ദിവസം ഞാൻ തിരക്കാറ്. നെക്സ്റ്റ് ഡേ ഞാൻ ഇതിന്റെ ആ കഥയുടെ കാര്യം അങ്ങനെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. അപ്പൊ ഇന്ന് അജു വിളിച്ചിട്ട് പറഞ്ഞു, എടാ അത് അങ്ങനെ ചെയ്യരുത്, നമ്മളത് എംബ്രേസ് ചെയ്യണം. അജുവിന്റെ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അജു എംബ്രേസ് ചെയ്യാറില്ല. അജു വേറൊന്നും കൊണ്ടല്ല സാർ, നമ്മുടെ പരിപാടി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നല്ലതാണെങ്കിൽ നല്ലത് കേൾക്കുക, ചീത്തകളിയാണെങ്കിൽ ചീത്തകളി കേൾക്കുക. എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ നമ്മൾ അടുത്തേക്ക് മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഞാൻ ആ ഡിസ്കണക്ഷൻ ഉണ്ട്. അതാണ് കൂടുതലാണ്. അതാണ് അധികം ഇന്റർവ്യൂസ് ഒന്നും വിഷ്ണു ഇപ്പൊ വാശിലും കുറവാണ്. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എനിവേസ്, ഇനിയിപ്പോ പുതിയ വർക്ക് എങ്ങനെ ഇപ്പൊ പിച്ചിങ് സ്റ്റേജ് ആയി, നാളെ ഇറങ്ങും എന്നുള്ളതാണ് സത്യാവസ്ഥ. അത്രയും ഇനി വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. കാര്യം അത് കൃത്യമായി എനിക്കത് പേഴ്സണലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ വൺലൈൻ തീർത്തിരിക്കുക. എനിക്ക് എഴുതിക്കോളാൻ വയ്യ. ഞാൻ 7-8 മാസം ഇരുന്ന വൺലൈനിൽ. അത്രയും ഒരു ബുക്ക് നിറയെ ഡീറ്റെയിൽസ് എഴുതി, ഡയലോഗ്സും എനിക്ക് അറിയാവുന്ന എല്ലാം ഞാൻ ഫ്ലഷ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് പേപ്പറിൽ കാണണം. കാര്യം എഴുതുമ്പോൾ അത് ഒരുപാട് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കയറാനുള്ള സാധ്യതയുണ്ട്. നല്ല ക്യാരക്ടേഴ്സാണ്. അപ്പൊ എനിക്ക് അവരെയൊക്കെ ഇത്രയും ഞാൻ ഡിസംബറിൽ എഴുതി തുടങ്ങാന്ന് വിചാരിച്ചപ്പോഴാണ് ഇവരിന്റെ റിലീസ് തീരുമാനിച്ചത്. അപ്പൊ ജാൻ മൊത്തം ഫെബ് മൊത്തം അങ്ങ് പോയി. എനിക്കിത് എഴുതിക്കോളാൻ വയ്യ. ആ കോളിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എനിവേസ്, എന്തായാലും ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ മികച്ച പ്രതികരണം കിട്ടുന്നതിനൊപ്പം അടുത്ത വർക്കും സ്റ്റാർട്ട് ചെയ്തു. അത് എത്രയും വേഗം ഒരു ഗംഭീര സിനിമയും മാറട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.